Hi all, welcome back to my channel Chemistry, not Chemistry. നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നാണോ എന്നുള്ളത്. രണ്ടിൻ്റെയും രാസനാമം സോഡിയം ബൈകാർബണേറ്റ് എന്നാണ്. രണ്ടും കാണാനും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്നല്ലേ? എന്നാലേ ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പക്ഷേ ഈ രണ്ടും നാം യൂസ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും അതിന് നല്ല ടെക്സ്ചർ ലഭിക്കാനും അത് സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? രണ്ടിലും മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് എന്ന രാസവസ്തുവാണ്. ഇത് ഒരു ബേസ് ആണ്. ബേക്കിംഗ് സോഡയിൽ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. മറ്റൊരു രാസവസ്തുവും ഇതിൽ അടങ്ങിയിട്ടില്ല. എന്നാൽ ബേക്കിംഗ് പൗഡറിൽ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസിനോടൊപ്പം ഏതെങ്കിലും ഒരു ആസിഡും ഒരു ബഫറിംഗ് ഏജന്റും അടങ്ങിയിട്ടുണ്ടാകും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബേക്കിംഗ് സോഡയിൽ സോഡിയം ബൈകാർബണേറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ബേക്കിംഗ് പൗഡറിൽ സോഡിയം ബൈകാർബണേറ്റ് മാത്രമല്ല ഉള്ളത്. ഒരു ആസിഡും ബേസും പ്രവർത്തിച്ചാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ന്യൂട്രൽ ആയിരിക്കുമെന്ന് നാം കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ ബേക്കിംഗ് പൗഡറിലെ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസും അതിലടങ്ങിയ ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ആ പൗഡറും ന്യൂട്രലാണ്. അപ്പോൾ പിന്നെ ഈ ബഫറിംഗ് ഏജന്റിന്റെ യൂസ് എന്തായിരിക്കും? ബഫറിംഗ് ഏജന്റാണ് ബേക്കിംഗ് പൗഡറിനെ എപ്പോഴും ന്യൂട്രൽ ആക്കി വെക്കാൻ സഹായിക്കുന്നത്. ബഫറിംഗ് ഏജന്റ് ഉള്ളതുകൊണ്ട് പൗഡറിന്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുകയുമില്ല. ഇനി ഇപ്പോൾ അടുത്ത സംശയം, ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥം പൊങ്ങുകയും സോഫ്റ്റ് ആകുകയൊക്കെ ചെയ്യുന്നത്? ഉത്തരം സിമ്പിൾ അല്ലേ? ബേക്കിംഗ് പൗഡറിൽ ഈ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസും പിന്നെ അതിലടങ്ങിയ ആസിഡും കൂടെ പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഭക്ഷണ പദാർത്ഥം പൊങ്ങാനും സോഫ്റ്റ് ആകാനൊക്കെ കാരണം. അപ്പോൾ ബേക്കിംഗ് സോഡയിലോ? ബേക്കിംഗ് സോഡയിലാണെങ്കിൽ പ്രവർത്തിക്കാൻ ആസിഡ് പോലുമില്ല. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം നമ്മൾ നാരങ്ങാനീര്, തൈര്, പുളി എന്നിങ്ങനെ ആസിഡ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചേർത്ത ഈ ആസിഡും ബേക്കിംഗ് സോഡയിൽ ഓൾറെഡി അടങ്ങിയിട്ടുള്ള സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസും പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ കൂടുതൽ സമയം എടുക്കും. കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥം നല്ല സോഫ്റ്റ് ആയിരിക്കും. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ആസിഡ് പാചക സമയത്താണ് നമ്മൾ ചേർക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ വേഗത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥം ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ കിട്ടുന്ന അത്ര സോഫ്റ്റ് ആയിരിക്കണം എന്നില്ല. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ബേക്കിംഗ് പൗഡറിൽ ഓൾറെഡി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബേക്കിംഗ് സോഡയിൽ പാചക സമയത്താണ് നാം അത് ആഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്